എൻ്റെ പേര് വിൽസൺ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ നിലവിലിപ്പോൾ UK ജോലി ചെയ്യുന്നത്. കൃപാസനത്തിലേക്ക് എനിക്ക് ആദ്യമായിട്ട് കടന്നു വരാൻ മാതാവ് അനുഗ്രഹിച്ചതിന് അവസരത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 28-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഒരു 10 days അവധിക്ക് വീട്ടിലൊരു അത്യാവശ്യ കാര്യത്തിന് വന്നത്. അപ്പോൾ എനിക്കിവിടെ വരാനോ സാധിക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ മാതാവായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഇപ്പോൾ സ്വാഭാവിക ഞാൻ ഉടമ്പടി എടുക്കുക എന്നൊരു ലക്ഷ്യത്തിലല്ലായിരുന്നു ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നു അപ്പോൾ എനിക്കൊരു പ്രേരണ ഉണ്ടായി ഉടമ്പടി എടുക്കാൻ. ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോയി കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ ഉടമ്പടിയിൽ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പ്രത്യേക ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ കുറേ എഴുതിത്തള്ളിയ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ദൈവത്തിന് വിട്ടുകൊടുത്ത്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിന് വിട്ടുകൊടുത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അത് 1 by 1 5 കാര്യങ്ങൾ എഴുതി. അതിൽ 3 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ മരണശേഷം ചേട്ടൻ അങ്ങനെ കാര്യമായിട്ട് പുള്ളി വീട്ടിൽ വരവ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ പല വിധത്തിലുള്ള മീഡിയേറ്റർ വഴി ശ്രമിച്ചു നോക്കി. അപ്പോഴും ഇത് നടക്കുന്നില്ല, കാരണമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ആ പരിപാടി ഉപേക്ഷിച്ച് ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന് മനസ്സാകുമെങ്കിൽ പുള്ളി വീട്ടിൽ വരട്ടെ എന്ന്. അതായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്. ഉടമ്പടി വെച്ച് ഞാനിവിടുന്ന് തിരിച്ചു പോയി 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ ഫാമിലി സഹിതം വീട്ടിൽ വന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഒരുമാതിരി പുള്ളി വീട്ടിൽ വരുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ, എല്ലാ ആഴ്ചയിലും. അതാണ് എനിക്ക് ആദ്യത്തെ അനുഭവം. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കൊച്ച് ഇവിടെ 10ാം ക്ലാസ് വരെ നാട്ടിലായിരുന്നു. അവിടെ UK ചെന്നിട്ടാണ് പുള്ളി പ്ലസ് ടു പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം അവിടെ ഇവിടുത്തെ +2ൻ്റെ രീതിയിലല്ല, അവിടെ +2 പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ടഫാണ്, കാരണം മാർക്കിംഗ് സിസ്റ്റം. അപ്പം എങ്ങനെ പഠിക്കുമെന്നുള്ളത്, പക്ഷേ പുള്ളി ഹാർഡ് വർക്ക് ചെയ്തു എന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ ഉദ്ദേശിച്ചൊരു പ്രോഗ്രസ് കാണുന്നില്ല. അപ്പം അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത്. ഒരു നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഹയർ ഗ്രേഡിൽ പുള്ളി പാസ്സാകാനും ഷെഫീൽഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് UK 1 of the ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസിൽ പുള്ളിക്ക് അഡ്മിഷൻ കിട്ടുവാൻ സാധിച്ചു. മാതാവിന് നന്ദി. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. മാമസ് പേരിന് പള്ളി പോകുമെന്ന് ചോദിച്ചാൽ പള്ളി പോകും, പള്ളി പോകുകയല്ലെന്ന് ചോദിച്ചാൽ പോകില്ല, പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും അതേ രീതിയിൽ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായന ഇത് തുടങ്ങിയ എല്ലാ ഇതും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതിൽ ഒന്ന് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് UK ചെന്നതിന് ശേഷം തലയിലെ സ്കാൾപ്പും ഇതും കാലയിൽ ചൊറിഞ്ഞടിച്ച് പൊട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഇത് ആയിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ തിരിച്ച് 3 വർഷത്തോളം ഞാൻ നാട്ടിൽ വന്ന് ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, ഇത് ഹോമിയോ ചെയ്തു, പിന്നെ അങ്ങനെയുള്ള പല ഇതൊക്കെ ഏറ്റവും അവസാനം ഞാൻ പരിപാടി ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ തലയിലെ ഇത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തു, ഉടമ്പടി തൈലവും ഉപ്പിനും പ്രാർത്ഥിച്ചു. അതിൽ തലയിൽ 100% മാറി, കാലിൽ ഓൾമോസ്റ്റ് ഒരു 90%ഓളം ക്ലിയറായി. പിന്നെ എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ ഇത് എൻ്റെ കാലിൻ്റെ മുട്ട് വെട്ടുന്നൊരു ഇതുണ്ട്. അത് വർഷത്തിലൊരു തവണ 2 തവണ. അപ്പോൾ ഞാൻ അന്ന് ഡോക്ടറെ ഫാദർ കാണിച്ചു. അപ്പോഴത്തേക്കും 2 ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാൾ പറയുന്നു മസിലിൻ്റെ പ്രോബ്ലമാണ്, മസിൽ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ പ്രശ്നമല്ലായിരുന്നതിൻ്റെ പേരിൽ ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഈ 2023 ഞാൻ മാർച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാലിൽ വീണ്ടും ഒന്ന് വെട്ടി, അത് ഭയങ്കരമായിട്ട് നീര് ചെയ്തു. അപ്പോൾ ഞാൻ വയസ്സിത്രമായില്ല, എന്നാൽ ഒരു ഡോക്ടറെ കാണിച്ചേക്കാന്ന് കരുതി ഡോക്ടറെ ചെന്ന് കാണിച്ചു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ സ്വെല്ലിങ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സ്വെല്ലിങ്ങിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു. അതിനുശേഷം എനിക്ക് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ 2 തവണയെങ്കിലും കാല് വെട്ടും. ആ ഒരു പരുവത്തിലായിപ്പോയി ഞാൻ. അപ്പം എൻ്റെ ഞാൻ ഒരു നീ ക്യാപ്പിന് വരെ 2 നീ ക്യാപ്പിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോലും പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഞാൻ ഇതിന് ശേഷമാണ് ഇവിടുത്തെ ജപമാല റാലിയെക്കുറിച്ച് കേട്ടത്. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചു ഒന്ന് ജപമാല റാലിക്ക് പോയി നോക്കണം. അത് പ്രകാരം വെച്ച് ഞാൻ വീണ്ടും ഒരു 10 ദിവസത്തെ അവധിക്ക് ഇവിടെ വന്നു. വീട്ടിൽ നിന്ന് ഞാൻ പോരുമ്പോഴത്തേക്കും നീ ക്യാപ്പ് ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ 4 നീ ക്യാപ്പിൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചാണ് ഞാൻ പോകുന്നത്. നീ ക്യാപ്പ് ഇവിടെ വന്ന അപ്പോഴത്തേക്ക് വണ്ടി അവിടുന്ന് തിരിച്ചു വിട്ട് ആ കനാലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് ഈ പള്ളി വരുന്നതിനിടയ്ക്ക് 2 തവണ എൻ്റെ ഇത് വെട്ടി. ഈ പള്ളിയിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് അർത്തിങ്കൽ പള്ളി വരെ പോയി. അർത്തിങ്കൽ പള്ളിയിൽ നിന്ന് തിരിച്ച് ഞാൻ നടന്ന് മറ്റേ ബസ് സ്റ്റോപ്പ് വരെ, വെളിയിലുള്ള ബസ് സ്റ്റോപ്പ് വരെ വന്നു. അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഒരു കുഴപ്പവും ഇന്നു വരെ ഒരു കാലിന് ഉണ്ടായിട്ടില്ല. ഇത്രയും ചെയ്തെന്ന് മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഇതിനെല്ലാം ഉപരി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ട് ഇതിനൊരു അനുഗ്രഹം തന്നതിനും മാതാവിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ UK ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമാണ്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അലൗഡല്ല അവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളാൽ ആകുന്ന വിധത്തിൽ സത്യസന്ധമായിട്ടും ക്ലിയറായിട്ടും സന്തോഷമായിട്ടും ഒരായിട്ട് ഡീൽ ചെയ്യുന്നു. പിന്നെ അതേ രീതിയിൽ ഞാൻ ഇപ്പോൾ അവിടെ ഇംഗ്ലീഷ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ തീർത്ത് കുറവാണ്. ഞായറാഴ്ച വളരെ അപ്പോൾ അങ്ങനെയുള്ളൊരു പള്ളിയിൽ ഞാൻ ഒരു ഫ്രീ വോളണ്ടറി ഇതായിട്ട് ക്ലീനിങ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാസത്തിൽ 2 തവണ വെച്ച്. പിന്നെ ഇത് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറിയുന്ന ആരെങ്കിലും ഇപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമുള്ള ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ചാച്ചൻ്റെ എല്ലാ ഇതിലും സാധാരണ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് അവർക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള പൈസ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിക്ക് അതിനുള്ള പൈസ ആയിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തകൻ പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് എത്രയോ ആനന്ദകരം. പ്രിയമുള്ളവരെ, വിൽസൺ മൈക്കിൾ എന്ന് പറയുന്ന സഹോദരനാണ് നമ്മളുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ സഹോദരൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് തൻ്റെ സഹോദരനുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ +2 പഠനവും തനിക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണമെന്നും തൻ്റെ കുടുംബത്തിൽ നല്ലൊരു പ്രാർത്ഥനാ അന്തരീക്ഷം ഉണ്ടാകണമെന്നുമുള്ളതായിരുന്നു ഈ സഹോദരൻ്റെ 3ാമത്തെ നിയോഗം. 4ാമതായിട്ട് ഈ സഹോദരൻ്റെ രോഗത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ പ്രഖ്യാപന റാലിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഹോദരൻ്റെ കാലിന് അത്ഭുതകരമായിട്ട് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചും ഈ സഹോദരൻ പങ്കുവച്ചു. അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെയും കാശുരൂപത്തിൻ്റെയും ഒക്കെ ഉപയോഗം ദൈവ സാന്നിധ്യമായിട്ട് കരുതുകയും അത് വിശുദ്ധമായിട്ട് പ്രാർത്ഥനയോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്നുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും ഈ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും ഈ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ UK തന്നെ ആർക്കും ഭക്ഷണം കൊടുക്കുവാനായിട്ട് പാകം ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആർക്കെങ്കിലും ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ മേടിച്ചു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും. ഇടവക പള്ളിയിൽ കഴിയുന്ന സമയങ്ങളിലൊക്കെ ഇടവക പള്ളി വൃത്തിയാക്കുവാനായിട്ട് പോവുകയും അവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുമുള്ള വലിയ മനസ്സ് ഈ സഹോദരൻ കാണിച്ചു. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചും അതിനിരട്ടിയായിട്ടും ദൈവമായ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലം തരും എന്നുള്ളതാണ്. ഈ സഹോദരനോടും കുടുംബത്തോടുമൊപ്പം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിനും ഈശോ മിശിഹായ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.